ഇത് ഇതേപോലെ വെളുത്തുള്ളി ഉപ്പിലിട്ട് നമ്മൾ ചെറിയ നെണ്ട് കണ്ടോ, ആ പൊടി അതിലേക്ക് ആക്കി അതിൽ കുറച്ച് എന്താ ചേർത്തെന്ന് അറിയില്ല, കുറച്ചൊരു മസാലകളൊക്കെ ചേർത്തു. ഫിഷിൻ്റെ അച്ചാണത്, ഫിഷിൻ്റെ ലുക്കിലുള്ള. നമ്മളെ നാടുകളിലെ ഓരോരോ അച്ചാർ പോലെ ഇവിടെയും ഒരുപാട് നാടൻ അച്ചാറുകൾ കേട്ടോ. ഇതിൽ നിൽക്കുന്നത് വേരിൻ്റെ എസൻസ്, അതായത് വേര് വാറ്റുക എന്നൊക്കെ പറഞ്ഞതുപോലെ എപ്പോൾ നോക്കിയാലും ഇവിടെ ഫുള്ളായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഫുഡ് കേട്ടോ. ഒരു ക്യൂ നിൽക്കുന്ന മറ്റൊരു ഫുഡാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഏറ്റവും ജനങ്ങൾ ആസ്വദിച്ച് ട്രഡീഷണലായിട്ടും അല്ലാതെയും കഴിക്കുന്ന ഫുഡുള്ള സ്ഥലമാണ്. അപ്പങ്ങളൊക്കെ ചുടുന്നത് പോലെ ഇതിൻ്റെ അകത്ത് സ്വീറ്റും അല്ലാതെ എരിവും ഒക്കെ ആക്കിയിട്ട് ഒരു കുഴിച്ചിട്ടിട്ടാണ്. അപ്പം നമ്മളങ്ങനെ നംഡിമൻ മാർക്കറ്റിൽ വന്നിരിക്കുക കേട്ടോ. നംഡിമൻ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ്, ശരിക്ക് മുമ്പുണ്ടായിരുന്ന മാർക്കറ്റാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും ജനങ്ങൾ ആസ്വദിച്ച് ട്രഡീഷണലായിട്ടും അല്ലാതെയും കഴിക്കുന്ന ഫുഡുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഓരോ ഫുഡുകൾക്കും ആൾക്കാർ ക്യൂ ആണ് കേട്ടോ. അതിലെ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന ഇതുപോലത്തെ പറ്റിയിട്ട് ഇതാണ് ഇവരെ മെയിൻ ആയിട്ട് വെച്ചിട്ട് നമ്മൾ അപ്പങ്ങളൊക്കെ ചുടുന്നത് പോലെ ഇതിൻ്റെ അകത്ത് സ്വീറ്റും അല്ലാതെ എരിവും ഒക്കെ ആക്കിയിട്ട് ഒരു കുഴിച്ചിട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വളരെ ക്യൂ ആണ് ഈ ഫുഡിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ട്രീറ്റ് ഫുഡിൻ്റെ മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. ഇവിടെയൊക്കെ ഭയങ്കര റഷാണ്, എപ്പോൾ നോക്കിയാലും ഇവിടെ ഫുള്ളായിരിക്കും എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഫുഡ് കേട്ടോ. ഒരു ക്യൂ നിൽക്കുന്ന മറ്റൊരു ഫുഡാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഈ ക്യൂ നമ്മൾ ഇവിടെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഉണ്ടല്ലേ, ഈ ആൾക്കാർ ഫുള്ള് ഒരു അരമണിക്കൂർ ക്യൂവിൽ കൂടുതൽ നിൽക്കണം കേട്ടോ. കിട്ടുന്നത് ഇതാ ഇവിടെ നിന്നിട്ടാണ്. അവിടെ റഷ് ആയതുകൊണ്ട് അവിടെ പോയി എടുത്തുകൂടാ. ഈ ഫുഡിന് സ്ട്രീറ്റിലുള്ള ഈ ഫുഡാണ് മറ്റൊരു സംഗതി. അതേപോലെ ഇവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ട് കേട്ടോ. ജ്യൂസ് ഇവിടെ ഒരു സ്പെഷ്യലാണ്, ഫ്രഷ് ജ്യൂസ്. ഇതിനും നല്ല ഫ്രഷ് ആട്ടോ. ഇതിൽ ആൾക്കാർ ക്യൂ നിന്നിട്ട് തന്നെയാണ് ഇതും വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കേട്ടോ. ഇത് സ്പെഷ്യൽ സ്മെല്ലിലുള്ള പ്ലേസ് ക്ലിനിക്. ഇതൊരു മെഡിസിനാണ്. വേര് ഉള്ളിലിട്ടിട്ടുണ്ട് കണ്ടങ്ങൾ. വേരാണ് ഇതിൽ നിൽക്കുന്നത്, വേരിൻ്റെ എസൻസ്. അതായത് വേര് വാറ്റുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തിട്ടിട്ട് അത് വർഷങ്ങളോളം നിന്നിട്ട് ഉള്ള ഇവരെ ഒരു സ്പെഷ്യൽ മെഡിസിനാണ് കേട്ടോ. അത് കാണുന്ന ട്രഡീഷണൽ മെഡിസിനാണ്. അതേപോലെ വേറൊരു അച്ചിലുണ്ടാക്കുന്ന സാധനം കേട്ടോ. ഫിഷിൻ്റെ അതേ അച്ചെടുത്തിട്ട് അച്ച് തുറന്നിട്ട് അതേപോലെ ഫിഷിലുണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. ആ പൊടി അതിലേക്ക് ആക്കി അതിൽ കുറച്ച് എന്താ ചേർത്തെന്ന് അറിയില്ല, കുറച്ചൊരു മസാലകളൊക്കെ ചേർത്തു. ഫിഷിൻ്റെ അച്ചാണത്, ഫിഷിൻ്റെ ലുക്കിലുള്ള. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ അരിപ്പൊടി പോലത്തെ ഒരു സാധനം ചേർത്തു, അത് വേവിക്കാനില്ല. ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര റഷ് കേട്ടോ. ഇത് ശരിക്കൊരു വലിയ മാർക്കറ്റ് തന്നെയാണ്. ഹലോ കണ്ടില്ലെങ്കിൽ അവിടേക്കൊക്കെ മാർക്കറ്റ് കണ്ടത് വലിയ മാർക്കറ്റാണ്. ആൾക്കാർ ഫുള്ള് ഇത് നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ അല്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, കൊറിയൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഭയങ്കര ഒറിജിനൽ നല്ല ക്വാളിറ്റി ആയിരിക്കും. എല്ലാ സാധനവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊറിയൻ്റെ നന്നായിരിക്കും കേട്ടോ. ഇവിടുത്തെ ലോക്കൽ മെയ്ഡായിട്ടുള്ള സാധനങ്ങളുടെ മാർക്കറ്റാണ് കാണുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഒരു വിധം ഉപയോഗിക്കുന്നത് ഇത് തന്നെ കേട്ടോ. അതാണ് ഇതിൻ്റെ തിരക്ക് കാണിക്കുന്നത്. നമുക്ക് നല്ല നല്ല സ്കാർഫുകളുണ്ട് കേട്ടോ. 2 എണ്ണത്തിന് 5000, 5 എണ്ണത്തിന് 10,000 സ്കാർഫുകളാണ്. പെർഫ്യൂമുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ട്രീറ്റിൽ കാണുന്നത് തന്നെയാണ്. ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഉള്ള ജാക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ജാക്കറ്റുകളുണ്ട്.
നാടുകളിലെ ഓരോരോ അച്ചാറ് പോലെ ഇവിടെയും ഒരുപാട് നാടൻ അച്ചാറുകൾ കിട്ടും. നമ്മൾ കൊറിയയിലെ ഒരു നാടൻ മാർക്കറ്റിലാണ്. എല്ലാ സംഗതികളും മുളകിട്ടിട്ട് ഇവർ നല്ല എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇതേപോലെ നാടൻ മാർക്കറ്റ് കൊറിയയിൽ ഇപ്പോൾ എല്ലാ നാടുകളിലും ഉള്ളതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പല പ്രത്യേകതകളും ഉള്ള ഒരു മാർക്കറ്റാട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ 50-60 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിക്കപ്പെട്ട ഈ മാർക്കറ്റാണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ട്രഡീഷണലോട് ഇത്ര കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ് കൊറിയയിലെ ആൾക്കാർ കേട്ടോ. ഇവിടെ ഫിഷിൽ എല്ലാ ഐറ്റംസും നമ്മൾ ചൈനയിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ മീനും അതേപോലെ തന്നെ ഫിഷ് ഉണക്കലുണ്ട് കേട്ടോ. നല്ല നല്ല ഉണക്കലുകളുണ്ട്. സാൽമൺ, കടുക്ക, ഇത് ഇതേപോലെ വെളുത്തുള്ളി ഉപ്പിലിട്ടത്, അങ്ങനെയും വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഞണ്ട് കണ്ടോ, ചെറിയ ഞണ്ടിനെ ശരിക്ക് മുളകിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിഷിലാട്ടോ, ഇത് ഫിഷിലാണ്. അതൊക്കെ സലാഡ്സാണ്. ഇവരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം കേട്ടോ. നല്ല എരിവുള്ള ഭക്ഷണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കയറുക കേട്ടോ. ജാൻജാങ് ട്രഡീഷണൽ ഫുഡ് മാർക്കറ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അടുത്ത സ്റ്റോപ്പ് നമ്മൾ നേരെ നമ്മുടെ സിറ്റി ടൂർ തുടങ്ങിയവിടത്തേക്കാട്ടോ. ആൾക്കാരൊക്കെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ സിറ്റി ടൂർ ബസ് യാത്ര ഇവിടെ അവസാനിക്കാം അല്ലേ? 5:40. അപ്പം ഈ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. കൊറിയയിലാണ്, അടുത്തത് കാനഡയിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യാത്രകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സന്തോഷത്തോടു കൂടി ബൈ.